GST പോർട്ടലിൽ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എങ്ങനെയാണ് ചെയ്യാന്ന് എന്നോട് മുമ്പ് ഒരു ക്ലയന്റ് ചോദിച്ചിരുന്നു. അതിനുള്ള റിപ്ലൈയുമായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. GST പോർട്ടലിൽ ബാങ്ക് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. കാരണം നിങ്ങൾക്ക് GSTയിൽ നിന്ന് എന്തെങ്കിലും റീഫണ്ട് വരാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പേയ്മെന്റ് ചെയ്യണമെങ്കിൽ ഈ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് GST പോർട്ടലുമായിട്ട് ലിങ്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ അതുമല്ല, GST പോർട്ടലിൽ നിങ്ങൾ GST രജിസ്ട്രേഷൻ എടുത്തിട്ട് 45 ദിവസത്തിന് ഉള്ളിൽ അല്ലെങ്കിൽ GSTR1 റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് ഉള്ളിൽ, ഇത് രണ്ടിൽ ഏതാണോ ആദ്യം വരിക അതിനുള്ളിൽ നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ബാങ്ക് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞു തരാം. ഹായ്, എല്ലാവർക്കും യൂണിക് സോൾ ടാക്സ് സൊല്യൂഷനിലേക്ക് സ്വാഗതം. ഞാൻ അഖില, GST പ്രാക്ടീഷണർ ആണ്. നിങ്ങൾ GST പോർട്ടലിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു വാർണിംഗ് മെസ്സേജ് വരും. നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലൊരു വാർണിംഗ് മെസ്സേജ് വരും. അതിന്റെ തൊട്ട് താഴെ ഫയൽ അമെൻഡ്മെന്റ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിനെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് ഓപ്പൺ ആയി കിട്ടും. ആ പേജില് ഇവിടെ നിങ്ങൾക്ക് ടോട്ടൽ നമ്പർ ഓഫ് ബാങ്ക് അക്കൗണ്ട് മെയിൻറ്റെയിൻഡ്, അതായത് എത്ര ബാങ്ക് അക്കൗണ്ട് ആണ് നിങ്ങളുടെ അടുത്ത് ഉള്ളത്, അതായത് നിങ്ങൾക്ക് എത്ര ബാങ്ക് അക്കൗണ്ട് ആണ് GST പോർട്ടൽ ആഡ് ചെയ്യാൻ ആഗ്രഹമുള്ളത് അത്ര നമ്പർ കൊടുക്കുക. ഇപ്പൊ ഒന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതായത് ഒരു ബാങ്ക് അക്കൗണ്ട് ആണ് ഇപ്പൊ ഇതിൽ ഞാൻ ആഡ് ചെയ്ത് കാണിക്കാൻ പോണത്. അപ്പൊ 1 കൊടുത്തിട്ട് ആഡ് ന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആയി കിട്ടും. ഇവിടെ അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കണം, ബാങ്ക് അക്കൗണ്ട് നമ്പർ. പിന്നെ ഇവിടെ ക്ലിക്ക് ചെയ്താല് ഒരു ഡ്രോപ്പ് ഡൗൺ വരും, ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ്. അതിൽ ഉള്ള ഓപ്ഷൻസ് കറന്റ് അക്കൗണ്ട്, സേവിംഗ് അക്കൗണ്ട്, ക്യാഷ്, ക്രെഡിറ്റ്, അതേഴ്സ്. നിങ്ങളുടെ ബാങ്ക് ഏത് അക്കൗണ്ട് ടൈപ്പ് ആണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ IFSC കോഡ്, ബാങ്കിന്റെ IFSC കോഡ് എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് ഗെറ്റ് അഡ്രസ് കൊടുത്താൽ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് കിട്ടും. അതിന്റെ തൊട്ട് താഴെ നിങ്ങളുടെ ബാങ്ക് അഡ്രസ് ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അതിനുശേഷം താഴെ വാലിഡേറ്റ് അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോ പേജ് എന്നിട്ട് സ്ക്രോൾ ഡൗൺ ചെയ്താൽ ഇങ്ങനെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇതിൽ നിങ്ങൾ 3 ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക, സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ആയിട്ട്. അതിൽ ഒന്നാമത്തേത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. നിങ്ങൾ ഏത് ബാങ്കാണോ ലിങ്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നത് ആ ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. പിന്നെ രണ്ടാമത്തേത് ക്യാൻസൽഡ് ചെക്ക്. ഏത് ബാങ്കിന്റെയാണോ നിങ്ങൾ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യണത്, എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്, അതിന്റെ ക്യാൻസൽ ചെക്ക് അപ്ലോഡ് ചെയ്യാം. പിന്നെ മൂന്നാമത്തേത് ഫസ്റ്റ് പേജ് ഓഫ് ബാങ്ക് പാസ്ബുക്ക്, അതായത് നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്കിന്റെ ഫ്രണ്ട് പേജ്. ഇത് മൂന്നിൽ ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് നിങ്ങൾക്ക് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഇതിൽ ഏതാണോ ചെയ്യേണ്ടത്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ചൂസ് ഫയലിന് ഇവിടെയുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ക്യാൻസൽ ചെക്ക് ആണെങ്കിൽ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. പിന്നെ ഫ്രണ്ട് പേജ് ഓഫ് ബാങ്ക് പാസ്ബുക്ക് ആണെങ്കിൽ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇപ്പൊ ഇവിടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. എന്നിട്ട് ഡേറ്റ് ഓഫ് അമെൻഡ്മെന്റ്, ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ഡേറ്റ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. റീസൺ ഫോർ അമെൻഡ്മെന്റ്, ആഡിങ് ന്യൂ ബാങ്ക് അക്കൗണ്ട്. ഇപ്പൊ ഇതിൽ ചേഞ്ചസ് വരുത്തിയതിനുള്ള റീസൺ ചോദിച്ചിട്ടുണ്ട്. അത് ആഡിങ് ന്യൂ ബാങ്ക്, പുതിയൊരു ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന് കൊടുക്കുക. എന്നിട്ട് സേവ് കൊടുക്കുക. ഇപ്പൊ ഇവിടെ പ്രീവിയസ്ലി നിങ്ങൾക്ക് ശ്രദ്ധിക്കാം, ഇവിടെ സേവ് എന്ന ഓപ്ഷൻ ഡിസേബിൾ ആണ്. ഇതിലുള്ള മാൻഡേറ്ററി ആയിട്ടുള്ള എല്ലാ ഫീൽഡും നിങ്ങൾ എൻ്റർ ചെയ്തതിനു ശേഷം മാത്രമേ ഈ സേവ് എന്ന ഓപ്ഷൻ എനേബിൾ ആവുള്ളൂ. ഈ റെഡ് കളറിലുള്ളതൊക്കെ മാൻഡേറ്ററി ആണ്, അതായത് ഫയൽ അപ്ലോഡ് ചെയ്യുക, പിന്നെ ഡേറ്റ്, റീസൺ, ഇതൊക്കെ മാൻഡേറ്ററി ആണ്. അതൊക്കെ കൊടുത്തതിന് ശേഷം മാത്രമേ സേവ് എന്ന ബട്ടൺ എനേബിൾ ആയി കിട്ടുകയുള്ളൂ. ഇങ്ങനെ വന്നതിന് ശേഷം ഈ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇതാണ് നിങ്ങൾക്ക് GST പോർട്ടലിൽ ബാങ്ക് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ്. നിങ്ങൾക്ക് GST റിലേറ്റഡ് എന്തെങ്കിലും കൺസൾട്ടേഷനോ വർക്കോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഞാൻ GST കോഴ്സ്, ഓൺലൈൻ GST പ്രാക്ടിക്കൽ കോഴ്സ് ഞാൻ നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് GST പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാം. പിന്നെ കണ്ടക്ട് ചെയ്യുന്ന കോഴ്സിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ടൊരു ലൈവ് വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതായത് അതിൽ കോഴ്സിന്റെ സിലബസും ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്ന് റെഫർ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. GST പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.
എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു. ബൈ ബൈ. ടേക്ക് കെയർ.